തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് പത്രസമ്മേളനം നടത്തുന്നത്. എൻ്റെ പേര് MS പ്രേംകുമാർ. ഞാൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റാണ്. KK സൈദുമാധവൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്. PG രാധാകൃഷ്ണൻ അസോസിയേഷന്റെ ട്രഷററാണ്. CA ജോയ് ഈ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ്. VV അനിൽകുമാർ അദ്ദേഹം അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ്. ഡീസലിന്റെ വില വർധനവ് കഴിഞ്ഞ മെയ് 15-ാം തീയതിക്ക് ഇവിടെ തുടങ്ങി. 8 രൂപ 1 ലിറ്റർ ഡീസലിന് വില വർദ്ധിച്ചിരിക്കുകയാണ്. ഡീസലിന്റെ വില വർധനവ് മൂലം ഒരു ബസ്സിന് ഏകദേശം 800 രൂപയോളം ദിവസ വരുമാനത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നഷ്ടം വന്നിരിക്കുകയാണ്. ഡീസലിന്റെ വില വർധനവ് മാത്രമല്ല, ആ വർധനവോടുകൂടി തന്നെ ഞങ്ങളുടെ ടയറിന്റെയും ടയർ റീസോൾ ചെയ്യുന്ന ത്രെഡ് റബ്ബറിന്റെയും സ്പെയർ പാർട്സിന്റെയും ഒക്കെ വലിയ വില വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓയിലിന്റെയും ഗ്രീസിന്റെയും ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് ബസ് സർവീസ് ഇപ്പൊ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇപ്പൊ സംസ്ഥാനത്ത് ഇപ്പൊ സംജാതമായിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത തിങ്കളാഴ്ച 8-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡീസലിന്റെ വില വർധനവിനെതിരെയും അതുപോലെ തന്നെ ഈ മാസം 15-ാം തീയതി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുമ്പോൾ സ്വകാര്യ ബസ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ കനത്ത നഷ്ടമുണ്ടാകും. കാരണം സ്ത്രീകളൊക്കെ KSRTC ബസ്സുകളിൽ സൗജന്യം ലഭിക്കുമ്പോൾ എല്ലാവരും KSRTC ബസ്സുകളിൽ കയറും. അവരോടൊപ്പമുള്ള മക്കളും ഭർത്താക്കന്മാരും വീട്ടിലുള്ളവരൊക്കെ KSRTC ബസ്സിൽ കയറും. അപ്പൊ സ്വകാര്യ ബസ് സർവീസിന് ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ഗവൺമെന്റ് അടിയന്തരമായി അതിനുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ ഞങ്ങള് വളരെ കാലമായിട്ട് പറയുന്ന ഒരു ഡിമാൻഡാണ്, ഈ ബസ് ചാർജ് കേരളത്തില് എപ്പോൾ വർദ്ധിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് വിദ്യാർത്ഥികളുടെ നിരക്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് നിലവിലുള്ള ബസ് ചാർജിന്റെ 50% ആക്കണം. അത് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, മിനിമം ചാർജ് 5 രൂപയാക്കണം. നിലവിലുള്ള ബസ് ചാർജിന്റെ 50% ചാർജ് വിദ്യാർത്ഥികൾക്ക് കൺസെഷനായിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് നടപ്പിലാക്കണം. ആ റിപ്പോർട്ട് ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്ത്രീകളെ സൗജന്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് നിലവിലുള്ള ബസ് ചാർജിന്റെ 50% ആക്കണം. അതിന് സർക്കാർ ഉടനെ തന്നെ തയ്യാറാണ്. അതുപോലെ തന്നെ ബസ്സുകളുടെ പ്രവർത്തന ചെലവിൽ വന്നിട്ടുള്ള കഴിഞ്ഞ ബസ് ചാർജ് വർധനവിന് ശേഷം ബസ്സുകളുടെ പ്രവർത്തന ചെലവിൽ വന്നിട്ടുള്ള വർധനവിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു കമ്മീഷൻ നിയോഗിക്കണം. കമ്മീഷൻ റിപ്പോർട്ട് നൽകട്ടെ. നിഷ്പക്ഷമായിട്ടുള്ള ആ കമ്മീഷനിൽ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനകളുടെ ഭാരവാഹികളൊന്നും അംഗങ്ങളാവണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എക്സ്പെർട്സിനെ മാത്രം വെച്ചുകൊണ്ട് ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിക്കണം.
എന്നിട്ട് കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് നടപ്പിലാക്കിയതിനു ശേഷം സ്റ്റേറ്റ് ഗാരേജ് ബസ്സുകളുടെ അവരുടെ പ്രവർത്തന ചെലവിൽ എത്ര കണ്ട് വർധനവ് വന്നിട്ടുണ്ട്? ആ വർധനവ് നികത്തി ഇവർക്ക് ബസ് ചാർജ് വർധനവ് അവർക്ക് ബസ് സർവീസ് നടത്തിക്കൊണ്ടു പോകാൻ എത്ര ബസ് ചാർജ് ഇവിടെ ഫിക്സ് ചെയ്യണം, വർദ്ധിപ്പിക്കണം എന്ന് ഒരു കമ്മീഷനെ വെച്ച് റിപ്പോർട്ട് മേടിക്കണം. ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സമര പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് ഈ തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് തൃശ്ശൂർ വെസ്റ്റ് പാലസ് റോഡിലുള്ള ഞങ്ങളുടെ അസോസിയേഷന്റെ ഓഫീസിൽ നിന്ന് പ്രകടനമായി വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റുള്ള AG's ഓഫീസിന്റെ മുന്നിൽ ഞങ്ങള് ബസ് ഉടമകളുടെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ MLA രാജൻ കെ കൊല്ലനാണ്. MLA. അപ്പൊ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ സമര പരിപാടികൾക്ക് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും വേണം. ബസ് സർവീസ് പഴയ കാലം മാതിരിയല്ല. ഇപ്പൊ വൻകിട ബസ് കമ്പനികളൊക്കെ തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നൊക്കെ വിട്ടുപോയി. പഴയ കാലത്ത് ഉണ്ടായിരുന്ന PSN, അതുപോലെ തന്നെ ബാലകൃഷ്ണ, മായ, KK മേനോൻ, അങ്ങനെ കുറെ സർവീസുകൾ, AR മേനോൻ, അങ്ങനെ കുറെ പഴയ സർവീസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സർവീസുകളൊക്കെ ഈ രംഗം വിട്ടുപോയി. അവർക്കൊന്നും ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവരൊക്കെ ഈ രംഗം വിട്ടുപോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. കോടിക്കണക്കിന് രൂപ ഞങ്ങൾ ബസ്സിന് ടാക്സ് ആയിട്ട് നൽകുന്നുണ്ട്. 3 മാസത്തിൽ ഒരിക്കൽ ടാക്സ് അടയ്ക്കണം. അപ്പൊ 3 മാസത്തിൽ ഒരിക്കൽ 26,000 രൂപയോളം ഞങ്ങൾ ടാക്സ് അടയ്ക്കണം. 1,400ഓളം ബസ്സുകള് 1,400ഓളം ബസ്സുകൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ ബസ് തൊഴിലാളികൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡിലെ ആൾക്കാരെ വിളിക്കുന്നവര്, അതുപോലെ തന്നെ പഞ്ചർ ഒട്ടിക്കുന്നവര്, ഗ്രീസ് അടിക്കുന്നവര്, മെക്കാനിക്കൽമാര്, അങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. അല്ലേ ഇതൊരു സൂചന ധർണാ സമരം കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ പ്രതിഷേധ ധർണ. ഇല്ലില്ല, ബസിന്റെ കേരള ബസ് ഓപ്പറേറ്റർ ഫെഡറേഷന് നടത്തുള്ളൂ. 14 ജില്ലയിലുള്ള സംഘടന അതാണ്. വ്യക്തിപരമായിട്ട് ബന്ധ സംഘടന ഒറ്റയ്ക്ക് ചെയ്യണം. കണ്ടു. അപ്പൊ അവര് വന്നിട്ടുള്ളൂ, കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കട്ടെ എന്നാണ്. മന്ത്രിയും കണ്ടു. ഇപ്പൊ പ്രഖ്യാപിക്കണം 15-ാം തീയതിയാണല്ലോ. ഓയിലിന് മാത്രം 80 രൂപ ലിറ്ററിന് കൂടി. ഓയില് 80 രൂപ കൂടി. അറിയാം, ഡെയിലി ആവശ്യമുള്ള സാധനം 1000 രൂപ. അതുപോലെ തന്നെ 1000 രൂപ ടെറർ ഇൻസ്റ്റാളിങ്ങിന് കൂടി. അങ്ങനെ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അതങ്ങനെ എല്ലാവരും കൂട്ടും. നമുക്ക് വേറെ മറ്റുള്ള വാഹനങ്ങളെ പോലെ ആളില്ലെങ്കിൽ നിർത്തിയിടാൻ പറ്റില്ലല്ലോ. കാലത്ത് അത് കൊണ്ടടക്കാൻ പറ്റില്ല.
അല്ല ചായക്ക് ഇപ്പൊ 15 രൂപയില്ലേ? 15 രൂപ കഴിഞ്ഞിട്ട് കൂട്ടാനോ 10-15 പഞ്ചസാരക്ക് കൂടി പാലിന് കൂടി ഗ്യാസിന് കൂടിയപ്പോ 5ആയി. ഇപ്പൊ പഞ്ചസാരക്ക് കൂടി പാലിന് കൂടി. അതെ 15 രൂപ ആക്കണം. കൂടി ഒരു ചായയുടെ കാശാക്കുക. അതന്നെ 10 രൂപ കൊടുത്തപ്പോ എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും മുട്ടുസൂചിക്കാവും. ഡീസലിന് സബ്സിഡി നൽകണം. ഡീസലിന് സബ്സിഡി നൽകിയാലാണ് എന്തെങ്കിലും പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ സംസ്ഥാന സർക്കാർ. പിന്നെ അല്ല അപ്പൊ അത് പറഞ്ഞപ്പോഴേ കേന്ദ്ര സർക്കാരിനും ചെയ്യാം. ഇപ്പൊ കേന്ദ്ര സർക്കാരുണ്ടല്ലോ, വിമാനങ്ങൾക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി വില സ്ഥിരത ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ആ ഫണ്ടിലേക്ക് നൽകിയത്. എന്നിട്ട് വിമാനങ്ങളുടെ ടിക്കറ്റ് ചാർജ് ഒക്കെ വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് ഈ കേരളത്തിലെ ഈ സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് ആക്കിക്കൂടാ? ഞങ്ങളെ സഹായിക്കണ്ടേ? ഡീസലിന്റെ വില കൂടി, ഞങ്ങളെ സഹായിക്കണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ 10 കൊല്ലം വണ്ടി കഴിഞ്ഞ ബസ്സുകൾ CF ടെസ്റ്റ് കൊടുക്കണമെങ്കിൽ 28,000 രൂപയ്ക്ക് ആൾക്കാർ 1,200 രൂപ ഉണ്ടെങ്കിൽ ഒറ്റടി 28,000 രൂപ. അത് കുറഞ്ഞ് 14,000 രൂപ ഇപ്പൊ ഒരു സബ്സിഡി പോലെ ചെയ്തു വെച്ചാൽ, എന്നാൽ 1,100 രൂപ ഉണ്ടായിരുന്ന ഫീസ് 14,000 രൂപ അടക്കണം. ഇപ്പൊ വണ്ടി 10 കൊല്ലം കഴിഞ്ഞ ഓരോ കൊല്ലത്തിന് കാറ്റഗറി വെച്ചിരിക്കാം. അതേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ സിംഗിളും ആഞ്ചേട്ടനുണ്ട്. വണ്ടികളെ ബാധ്യതൊക്കെ ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിട്ട് വേറെ എന്തെങ്കിലും കണ്ടത്. അപ്പൊ എന്താ വെച്ചാൽ 1 രൂപയ്ക്ക്, ഒരു 10 രൂപയ്ക്ക് പോകണം, 20 രൂപ ഓട്ടോ പിടിച്ച് മോട്ടോർ തിരികെ വരും. ബസ് നിന്ന് പോയാലുള്ള ബുദ്ധിമുട്ട് അത്ര സാധാരണക്കാരനെ ബാധിക്കും. ഇപ്പൊ രാവിലെ യാത്ര ചെയ്യുന്ന വണ്ടികളിൽ 10-15 യാത്രക്കാരുള്ളൂ, ബാക്കിയുള്ളൊക്കെ വിദ്യാർത്ഥികളല്ലേ. വിദ്യാർത്ഥികളുണ്ട്. അല്ല അവരെ 110 ആള് കയറണല്ലോ ഡീസൽ അടിക്കുന്നത്. 103 ആള് കയറണ്ടേ? 103 ആള് കയറി ബസ് ഫുള്ളായി. എല്ലാരും അല്ലെ സ്കൂളിൽ പോയിട്ട് പഠിച്ചു വന്ന ആൾക്കാരല്ലേ. 103 ആള് കയറി ഡീസൽ അടിക്കുന്നത്. അപ്പൊ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ അകലുള്ള ആളുകൾക്ക് ഡീസൽ അടിക്കണമെങ്കിൽ ഒരു ഇത് ഫുള്ളാവും ചെയ്തു. വണ്ടി ഫുള്ളായില്ലേ? 103 ആള് കയറി ഫുള്ളായി. പിന്നെ ഒരാളെ കയറ്റാൻ പറ്റില്ല. 1 ലിറ്റർ ഡീസൽ അടിക്കുക. 5 ലിറ്റർ വേണ്ടടുത്ത് 1 ലിറ്റർ അടിച്ചാൽ ബാക്കി 4 ലിറ്റർ മൈനസായി, നഷ്ടമായി. പിന്നെ അനുബന്ധ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ടാക്സും ഇൻഷുറൻസും ടെസ്റ്റും എല്ലാം നടത്തണം. അതിലൊക്കെ അപ്പ ഫൈനാണ്. കുട്ടികളുടെ പിന്നിൽ ഒരു ബാണ്ടക്കെട്ടുണ്ട്. അപ്പൊ 2 ആള് നിൽക്കുന്ന സ്ഥലം ഒരു കുട്ടി ചേർന്ന് നിൽക്കുമ്പോ ആയി. നല്ല പ്രചാരണം തരണം. നല്ല ഗതാഗതം സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തണം. കാരണം അല്ലെങ്കിൽ ചെറുവണ്ടികൾ കൂടി അതിന്റെ കൺസപ്ഷൻ കൂടുതല്. പൊതുഗതാഗതത്തിന്റെ അനുകൂലമായി അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഗവൺമെന്റ് ഏകദേശം 125 കോടിയോളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൊതുഗതാഗതം സംരക്ഷിക്കാനെ KSRTC. അതേ ഒരു നയം തന്നെ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾക്കും മൊത്തത്തില് പൊതുഗതാഗതം എന്നൊരു കൺസെപ്റ്റ് തന്നെ സംരക്ഷിക്കാനുള്ള നയം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോഴാണ് ഇത് കുറച്ചും കൂടി. KSRTCക്ക് ഇപ്പൊ മാസം തോറും 125 കോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഖജനാവിൽ നിന്ന്. ഇപ്പൊ ഈ സ്ത്രീകളുടെ സൗജന്യം പ്രഖ്യാപിച്ചിട്ട് അതിന് ഒരു നോംസ് ഉണ്ടാക്കാൻ സർക്കാരിന് ഇപ്പോഴും പറ്റിയിട്ടില്ല. ധവളപത്രത്തിൽ എന്താ പറഞ്ഞേ? KSRTC ഭയങ്കര നഷ്ടമാണ്, അടച്ചുപൂട്ടണമെന്ന് പറയുന്നത്. അപ്പൊ ഇനി സ്ത്രീകളുടെ സൗജന്യം കൂടി വരുമ്പോ എന്താവും? കർണാടകയിൽ 17,000 കോടി, ഏകദേശം 100 കോടിയാണ് കണക്കാക്കുന്നത് ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു റഫായിട്ട് ഒരു കണക്കില്. അപ്പൊ 250 കോടി മാസം KSRTCക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി വരും ഇപ്പോഴത്തെ ഒരു കണക്കെടുപ്പ് പ്രകാരം. ഞങ്ങൾ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞു, തമിഴ്നാട്ടിലും കർണാടകയിലും ഇത് പ്രഖ്യാപിച്ചിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള സ്ഥിതി പഠിക്കാൻ ഒരു കമ്മിറ്റി വയ്ക്കാൻ, എന്നിട്ട് നടപ്പിലാക്കാൻ. അപ്പൊ അവര് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഒരു പരിപാടി ഒരു സംഗതിയാണ്. അത് ഇവിടെ നടപ്പിലാക്കും. അക്കാര്യത്തിൽ വ്യത്യാസം നടപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കാന്ന് പറയണം. നടപ്പിലാക്കും എന്ന് പറയണം. പിന്നെ അതിലൊന്നും പറയാനില്ല. ഞങ്ങള് പഠിച്ചു, ഞങ്ങള് പഠിപ്പിച്ച
ചിലപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഈ അവിടുത്തെ KSRTC ബസ്സുകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി, വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ പിങ്ക് ബസ്സിൽ മാത്രമേ ഉള്ളൂ, ഒരു പിങ്ക് കളർ ബസ് ഉണ്ട്, ആ ബസ്സിൽ മാത്രമേ ഫ്രീ ഉള്ളൂ. കർണാടകത്തിലാണെങ്കിൽ ഗവൺമെന്റ് ഒരു ചാൻസ് കിട്ടാൻ നിൽക്കണം നിർത്താൻ. പ്രൈവറ്റ് ബസ് ഉടമകളൊക്കെ അവിടെ തകർന്ന് തരിപ്പടായി. പ്രൈവറ്റ് ബസ്സുകാര് കർണാടകത്തില് നിങ്ങൾ തന്നെ ഒരു അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടുത്തെ ബസ് ഉടമകളൊക്കെ പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. KSRTC 17,000 കോടി നഷ്ടത്തിലാണ്. 17,000 കോടിയോ? ഇപ്പൊ നമുക്ക് കർണാടകയിൽ നിന്ന് നമുക്ക് ഒരു ബസ് മേടിക്കണമെങ്കിൽ ഭയങ്കര ലാഭമാണ്. അവർ കിട്ടിയ വിലക്ക് ബസ് വെക്കുന്നു. ഇവിടെ കൊടുന്ന് മാറ്റാനും ബുദ്ധിമുട്ട്. ഇവിടെ ഇങ്ങോട്ട് കൊടുന്നാലും മാറ്റാന്നുണ്ടെങ്കിൽ എന്താ രജിസ്ട്രേഷൻ മാറ്റി. ഇല്ല. പക്ഷെ എന്നാലും ഈ ഇതിലിപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പെർമിറ്റിലേക്ക് ആക്കാനുള്ള അനുവാദം തരുന്നില്ല. അത് ഗണേഷ് കുമാർ ഇരിക്കുമ്പോ അത് HTയിൽ വെച്ചിട്ട് അതിന് തീരുമാനം എടുത്തു. രജിസ്റ്റർ ചെയ്യാൻ തടസ്സമില്ല. ഇവിടെ വണ്ടി പുതിയ ഓടിക്കാൻ പറ്റില്ല. 50 ലക്ഷം രൂപയാണ് പുതിയത് ഇറക്കണമെങ്കിൽ. അപ്പൊ ഇത് പുറത്തുനിന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ തൽക്കാലം നിലനിർത്താന്ന് വെച്ചാൽ അതും ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പൊതുഗതാഗതം പൊതുവെ എല്ലാ നിലയ്ക്കും എല്ലാ ഭാഗത്തും, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തും അങ്ങനെ തിക്കി നമ്മളില്ലായ്മ ആയിക്കൊണ്ടിരിക്കുന്നില്ലേ. ഒറ്റ വണ്ടിക്കാരായി. ഇനി ഇത് ഈ ചലാൻ എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം, അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അത് ഫൈൻ അടയ്ക്കും. നമ്മളറിയൂടില്ല. അത് ബൈക്കിന് പോകണം എല്ലാവർക്കും ഉണ്ട് കേട്ടാ. ഹെൽമെറ്റിന്റെ ക്ലിപ്പ് ഇട്ടില്ലെങ്കിൽ അപ്പോ 500 രൂപ വരും. അതെല്ലാവർക്കും ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ബസ്സിന്റെ കാര്യം പറയണ്ട. എല്ലാ ഭാഗത്തും ബസ് നോക്കണോ, ഡോറൊന്നും അടക്കം ഒരു സെക്കൻഡ് വൈകി അപ്പൊ വിട്ടു, ഡോർ അടച്ചില്ല.